പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന പ്രേക്ഷകർ കാണുവാൻ കാത്തിരുന്ന അതിഗംഭീരമായ ഒരു എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. അനന്തപുരി തറവാട് ഇത്രയും കാലം കടന്നു പോകാത്ത അതിതീവ്രമായ പ്രതിസന്ധിയിൽ കൂടിയാണ് ഇപ്പോൾ നീങ്ങുന്നത്. അഗ്നിപർവ്വതം പോലെ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കും എന്ന രീതിയിൽ അനന്തപുരി കലുഷിതമായിരിക്കുകയാണ്. മുൻപൊക്കെ ഒളിഞ്ഞു നിന്ന് മാത്രം ആദർശിനെതിരെ പടപൊരുതിയിരുന്ന പലരും ഇപ്പോൾ പരസ്യമായി രംഗത്ത് വരികയും ആദർശ് വരികയും പോവുകയും ചെയ്യുമ്പോഴൊക്കെ കുത്തുവാക്കുകൾ പറയുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് അയാളെ മാനസികമായി മുറിപ്പെടുത്തുകയാണ്. ആദർശിനെ മാത്രമല്ല, നയനയെയും ഏതു നിമിഷവും കണക്കിന് പരിഹസിക്കുന്നുണ്ട് ജലജയും അനാമികയും ജാനകിയും ഒക്കെ. പതിവ് പോലെ രാവിലെ ഉണർന്നെഴുതിട്ട് നയന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജലജ എങ്ങും തൊടാതെ പറയുന്നുണ്ട്, മിക്കവാറും ഉടൻ തന്നെ ചിലരൊക്കെ അനന്തപുരിയിൽ നിന്നും പറക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ണിലുണ്ണിയും സത്യസന്ധതയുടെ പര്യായവുമൊക്കെയായി നടന്ന പലരുടെയും മുഖം മൂടി ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു പുകിലുകൾ! ഇതിനാണ് പറയുന്നത് ദൈവമുണ്ട് എന്ന്. കൂടുതൽ അഹങ്കരിക്കുന്നവരൊക്കെ താഴെ വന്ന് തന്നെ സമ്മാനം വാങ്ങും. ഇനിയിപ്പോൾ ആ കൊച്ചിന്റെ തള്ള സുഖമായി കഴിഞ്ഞാൽ അതിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയായാൽ പിന്നെ 2 ഭാര്യമാർ അവരിവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്തോ. ഇത് കേട്ടുകൊണ്ട് നയനെ അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ്, അപ്പച്ചി കൂടുതൽ പരിഹസിക്കുകയൊന്നും വേണ്ട. സത്യം എന്താണെന്നുള്ളത് എത്രയും പെട്ടെന്ന് പുറത്തു വരും. അതുവരെ ഒന്ന് ക്ഷമിക്കാനുള്ള മനസ്സ് മാത്രം അപ്പച്ചി കാണിച്ചാൽ മതി. പിന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കാണണം. ആ സമയത്ത് നമുക്ക് നേരിൽ കാണാം ആരൊക്കെയാണ് പറക്കാൻ പോകുന്നതെന്നും പറക്കാൻ പോകുന്നതെന്നും ഒക്കെ. ഇത് പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ വീണ്ടും ജലജ പറയുകയാണ്, കണ്ടില്ല ജാനകി അവളുടെ ഒരു അഹങ്കാരം. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടും ഇനിയും സത്യങ്ങൾ പുറത്തു വരാനുണ്ടെന്ന്. അല്ല, ഇവളിനി എന്ത് സത്യവുമായിട്ടാണ് പുറത്തു വരാൻ പോകുന്നത്? അതിന് മറുപടി ഒന്നും പറയാതെ തുടർന്ന് നയന മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നയനയുടെ മുഖഭാവം കണ്ടുകൊണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നയനെ? ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അതൊന്നും സാരമില്ല ആദർശേട്ടാ. പറയാനിരിക്കുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും അവരുടെ വായടയ്ക്കാനും അവരെ തിരുത്താനും ഒന്നും ആർക്കും പറ്റില്ല. എങ്കിലും നയനെ, എനിക്ക് അവരുടെ മുഖത്ത് നോക്കുവാൻ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. സത്യങ്ങൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിലും അവർക്കത് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോവുകയും വരികയും ചെയ്യുമ്പോഴൊക്കെ അവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഞാൻ കേൾക്കുകയാണ്. ഇതുവരെ എൻ്റെ മുഖത്ത് നോക്കി എന്നെ ആരും ഇങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല. അങ്ങനെ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ടുകൂടിയാവാം എൻ്റെ മനസ്സിന് പെട്ടെന്ന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. സാരമില്ല ആദർശേട്ടാ, അധിക ദിവസം ഒന്നും ഈ സ്ഥിതി തുടരില്ല. ഈ പറയുന്നവരുടെ എല്ലാം വായടച്ചുകൊണ്ട് നമുക്ക് മറുപടി പറയുവാനും അവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുവാനുമുള്ള അവസരമല്ലേ വരാൻ പോകുന്നത്. എന്തായാലും നീ റെഡിയാക്, നമുക്ക് ഇറങ്ങാൻ നോക്കാം. ഇത് പറഞ്ഞിട്ട് ആദർശും നയനയും കൂടി ഓഫീസിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. തുടർന്ന് കാണുന്നത് ഓഫീസിലെത്തിയതിനു ശേഷം പഴയൊരു സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ആദർശ് തന്നെ ജ്വല്ലറിയിൽ ഒരു അന്വേഷണം നടത്തി ഒടുവിൽ അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരനിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ്. ആദർശ് അയാളോട് പറയുന്നുണ്ട്, മൂർത്തീസ് ജ്വല്ലറി പാരമ്പര്യങ്ങളായിട്ട് കെട്ടിപ്പടുത്തുകൊണ്ടുവന്ന അഭിമാനവും യശസ്സും ഇടിച്ചു കളയുവാനും മുത്തശ്ശനെയും ജ്വല്ലറിയുടെ MD ആയ എന്നെയും കളങ്കപ്പെടുത്തുവാനും ആര് ശ്രമിച്ചാലും അത് അനുവദിച്ചു തരാൻ പറ്റില്ല. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറെ ആയിട്ടുണ്ട്. ഒരു തുമ്പും ഇതുവരെയും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ മൂർത്തീസ് ജ്വല്ലറിയിലൂടെ വലിയ അളവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്നുള്ള വ്യക്തമായ റിപ്പോർട്ടിൻ പ്രകാരമാണ് അവരിവിടേക്ക് വന്നത്. അങ്ങനെയാണ് അവർ വന്നപ്പോൾ പറഞ്ഞത്. അന്ന് അങ്ങനെ പറഞ്ഞ പോലീസ് തന്നെ ഇപ്പോൾ പറയുന്നത് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ഞാനും എൻ്റെ മുത്തശ്ശനും നിങ്ങൾ ആരും അറിയാതെ ആ ദിവസം മുതൽ ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ചില തുമ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. തുമ്പുകളെന്നല്ല, വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. സത്യം പറയണം, നിങ്ങളറിയാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ മുൻപിൽ നിന്ന് ഒന്നും മറയ്ക്കാമെന്ന് കരുതരുത്. അങ്ങനെ മറയ്ക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ചില കഠിനമായ തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ടി വരും. സത്യം എന്താണെന്ന് എനിക്ക് നിങ്ങളുടെ നാവിൽ കൂടി തന്നെ കേൾക്കണം. അതിനുശേഷം ചില നടപടികളിലേക്ക് എനിക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ആദർശിൻ്റെ ഈ സംസാരങ്ങൾ കേട്ടപ്പോഴേക്കും അയാളാകെ ഭയന്നുപോയി. തുടർന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആദർശിനോട് വിറയാർന്ന ശബ്ദത്തോടു കൂടി അയാൾ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഒടുവിൽ ആദർശിൻ്റെ കാലിൽ പിടിച്ച് അയാൾ പറയുകയാണ്, സാർ, എന്നോട് സാർ ക്ഷമിക്കണം. ദീർഘകാലങ്ങളായി നിങ്ങൾ തരുന്ന ചോറാണ് ഞാനും എൻ്റെ കുടുംബവും കഴിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു വിശ്വാസവഞ്ചന ഞാൻ കാട്ടിയിട്ടില്ല. മാത്രവുമല്ല, ഞാൻ ചെയ്ത പണിയേക്കാൾ കൂടുതൽ പണം നിങ്ങൾ എനിക്ക് ശമ്പളമായി തന്നിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് തെറ്റുപറ്റി. ഞാൻ നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചു.
അബിയാണ് അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചത്. വളരെ തന്ത്രപരമായി അബി എന്നെ ഇവിടെ വീഴ്ത്തിക്കളഞ്ഞതാണ്. ഇതിനുവേണ്ടി എനിക്ക് കുറച്ചേറെ പണവും അബി തന്നിരുന്നു. ഇത് വലിയ പുലിവാലായി തീരും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു സാർ. പക്ഷേ പോലീസ് അന്വേഷണം വന്നപ്പോൾ അബി എന്നോട് പറഞ്ഞത് ഈ വിഷയം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം എന്നെ കൊന്നുകളയും എന്നാണ്. അതുകൊണ്ട് സാറേ, ഇത് പലപ്പോഴും പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഭയന്നിട്ട് ഞാൻ പറയാതിരുന്നതാണ്. എടോ, ഒരു വലിയ കള്ളത്തരത്തിന് കൂട്ടുനിന്നിട്ട് ഈ ഒരു സ്ഥാപനത്തെ വലിയൊരു തകർച്ചയിലേക്ക് എത്തിക്കുവാൻ തയ്യാറായ നിങ്ങളെ ഇപ്പോൾ തന്നെ പുറത്താക്കേണ്ടതാണ് ഇവിടെ നിന്ന്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിപ്പോൾ അതിനനുവദിക്കുന്നില്ല. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലം താൻ തൻ്റെ ജോലി നോക്ക്. ഞാനായിട്ട് ഇത് മറ്റാരോടും പറഞ്ഞ് തനിക്കൊരു ദോഷം വരുത്തി വെക്കില്ല. ഇത്രയും പറഞ്ഞിട്ട് ആദർശ് അയാളെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് കാണുന്നത് ആദർശ് വേഗം വീട്ടിലേക്ക് എത്തിയിട്ട് മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതാണ്. മാത്രവുമല്ല, ജുവല്ലറിയിലെ സ്വർണ്ണപ്പണിക്കാരനുമായി താൻ സംസാരിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ കോപ്പി ചെയ്ത് അത് ആദർശ് മൂർത്തി സാറിന് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ്, മോനെ, നമ്മുടെ ജുവല്ലറിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് എനിക്ക് 100% ഉറപ്പാണ്. നീയും അനിയും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല. അന്യായമായി പണം സമ്പാദിക്കാൻ നിങ്ങൾ തയ്യാറാവുകയുമില്ല എന്ന്. പിന്നെ ഈ കള്ളത്തരം കാണിച്ചത് അവനാണ് എന്ന് എനിക്ക് സംശയമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ അതിന് വ്യക്തമായൊരു തെളിവില്ലാതെ നമുക്കൊരു നടപടിയിലേക്ക് പോകാനും പറ്റില്ലല്ലോ. ഇപ്പോൾ ആ തെളിവാണ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചു കൊള്ളാം. ഇത്രയും വലിയൊരു കൊടും ക്രിമിനൽ അനന്തപുരി തറവാട്ടിൽ ഇനി ഒരിക്കലും തുടരാൻ പാടില്ല. ഇതോടുകൂടി അവൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവൻ്റെ അമ്മയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഞാൻ കൈക്കൊള്ളും. തുടർന്ന് വീണ്ടും മുത്തശ്ശൻ പറയുകയാണ്, മോനെ, എല്ലാത്തിൻ്റെയും സമയം ഇപ്പോൾ ഒത്തു വന്നിരിക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണിൽ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. അത് അനഘ സംസാരിക്കുന്നൊരു ദൃശ്യങ്ങളാണ്. ഇത് നീ ഒന്ന് കണ്ടു നോക്ക്. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നതാണ്. ഇത് പറഞ്ഞിട്ട് തൻ്റെ ഫോൺ ആദർശിൻ്റെ കയ്യിലേക്ക് മൂർത്തി സാർ നൽകുകയാണ്. ആദർശ ഫോൺ വാങ്ങിയിട്ട് ആ വീഡിയോ ക്ലിപ്പ് തുറക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അനഘ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അബിയാണ് എന്നുള്ള സത്യം ഡോക്ടറോട് തുറന്നു പറയുന്ന രംഗങ്ങളാണ്. ഇത് കണ്ടിട്ട് ഒരു ഞെട്ടലോടുകൂടി മുത്തശ്ശൻ്റെ മുഖത്തേക്ക് ആദർശ് നോക്കുമ്പോൾ മൂർത്തി സാർ പറയുകയാണ്, നമ്മൾ ഊഹിച്ച കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു. എന്തായാലും ഈ തെളിവുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അവൻ വരട്ടെ, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം. തുടർന്ന് വീണ്ടും ആദർശ് ഓഫീസിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം വിവരങ്ങളെല്ലാം നയനയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിരണിൻ്റെ കോള് ആദർശിൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ട്. ആദർശ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ കിരൺ പറയാണ്, എടാ ആദർശേ, നീ എത്രയും പെട്ടെന്ന് ബീച്ചിലേക്ക് വരണം. നമുക്ക് അവിടെ വെച്ച് കാണണം. എന്താടാ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അതോ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നോ? അതെ, റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചത്. അതിനിപ്പോൾ ഞാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? നീ അത് നോക്കിയിട്ട് ആ റിസൾട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ? എടാ, അങ്ങനെ ഫോണിൽ കൂടി പറഞ്ഞു കേൾപ്പിച്ചാൽ മതിയോ? ആ റിസൾട്ട് നിനക്ക് ആവശ്യമുള്ളതല്ലേ? അത് നിർണായകമായൊരു തെളിവല്ലേ? അതുകൊണ്ട് നീ ഇവിടേക്ക് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടങ്ങ് പോയാൽ മതി. എടാ, അതിനിപ്പോൾ ഞാൻ അവിടെ വരെ വരേണ്ട ആവശ്യമില്ലല്ലോ. നീ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. എന്തായാലും റിസൾട്ട് എന്താണ്, അതിനെക്കുറിച്ച് നീ പറ. മനുഷ്യനിവിടെ ഒരു സ്വസ്ഥത ഇല്ലാതിരിക്കുകയാണ്. നീ എന്തിനാണ് ആദർശയെ പരിഭ്രമിക്കുന്നത്? നീ നിരപരാധിയാണെന്ന് നിനക്ക് ഉറപ്പില്ലേ? പിന്നെന്താണ് നിന്റെ സ്വസ്ഥത പോകാനുള്ള കാരണം? എന്തായാലും നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. പിന്നെ നീ വരുമ്പോൾ നയനെ കൂടെ കൂട്ടിക്കോളൂ. എനിക്കൊപ്പം കല്യാണിയുമുണ്ട്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ശരിയടാ, ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങാം. ഇത് പറഞ്ഞിട്ട് ആദർശ് നയനയോട് പറയുന്നുണ്ട്, കിരണാണ് വിളിച്ചത്. പെട്ടെന്ന് ബീച്ചിലേക്ക് ചെല്ലുവാൻ പറഞ്ഞു. അവൻ അവിടെ ഉണ്ട്. അവൻ്റെ കൂടെ കല്യാണിയുമുണ്ട്. അതുകൊണ്ട് നിന്നെ കൂടി കൂട്ടിക്കൊള്ളാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ഇറങ്ങാം ആദർശേട്ടാ. ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഓഫീസിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. പിന്നീട് കാണുന്ന കാഴ്ച, അനന്തപുരിയിൽ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ തൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ട്. മൂർത്തി സാർ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, സാർ ഇവിടെ നൽകിയിട്ടുള്ള കേസിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വളരെ നിർണായകമായ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ സാറിനെ വിളിച്ചത്. അനഘ എന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് സാറിൻ്റെ കൊച്ചുമക്കളിൽ ഒരാൾ പല ആവർത്തി ചെല്ലുന്നതിൻ്റെ CCTV ഫുട്ടേജുകൾ ലഭിച്ചിട്ടുണ്ട്. സാർ അത് കണ്ടിട്ട് ഒന്ന് ഉറപ്പുവരുത്തണം. ഞാനതെല്ലാം ഈ നമ്പറിലുള്ള വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചു തരാം. അത് കണ്ടൊന്ന് ഉറപ്പുവരുത്തിയിട്ട് സാർ എന്നെ തിരികെ വിളിച്ചാൽ മതി. ഉടനെ മൂർത്തി സാർ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണല്ലോ വിളിച്ചത്, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല വസുന്ധരെ. നമ്മുടെ ജുവല്ലറിയിൽ ചില തിരിമറികളൊക്കെ നടത്തിയതിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ.
അതിനോടുള്ള ബന്ധത്തിലാണ് എന്നെ ഇപ്പോൾ വിളിച്ചത്. അത്യാവശ്യമായി എനിക്കൊരാളെ വിളിക്കുവാനുണ്ട്. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് മൂർത്തി സാർ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് താൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ പോലീസുകാരൻ അയച്ചിരിക്കുന്ന ഫോട്ടോയും വീഡിയോകളും ഒക്കെ ഓപ്പണായി വരുന്നുണ്ട്. ആദ്യം കാണുന്നത് തന്നെ അബിയുടെ ഫോട്ടോയാണ്. തുടർന്ന് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ. പല ദിവസങ്ങളായി അബി അനഘയുടെ വീട്ടിൽ ചെല്ലുകയും അനഘയുടെ മകൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാം അതിലുണ്ട്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും മൂർത്തി സാറിൻ്റെ ഉള്ളിൽ കോപം അങ്ങോട്ട് ഇരച്ചു കയറുകയാണ്. തുടർന്ന് താൻ മനസ്സിൽ പറയുന്നുണ്ട്, അവസാന നിമിഷമായപ്പോഴേക്കും അവനെ പൂട്ടുവാനുള്ള തെളിവുകളെല്ലാം 4 വഴിയിൽ നിന്നും ഒരുമിച്ച് വരികയാണ്. ഇനി ഒരു നിമിഷം പോലും അവനെ ഈ തറവാട്ടിൽ നിർത്തിക്കൂടാ. ഇന്ന് തന്നെ ഇതിന്മേലൊരു തീരുമാനമുണ്ടാക്കണം. ഈ സമയത്ത് ജലജ മുത്തശ്ശൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ആ, എന്താണ് നിന്റെ പ്രത്യേക കാര്യം ഇപ്പോൾ? അച്ഛാ, ചന്തുമോളുടെ കാര്യമാണ്. ചന്തുമോൾ ഈ വീട്ടിൽ അത്ര ഹാപ്പി ആയിട്ടല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ കുരുന്നു മനസ്സ് വേദനിക്കുന്ന പല അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായി. ഏട്ടത്തിയാണെങ്കിൽ തുടക്കത്തിൽ വലിയ സ്നേഹത്തോടെ ഏതു നിമിഷവും ആ കുഞ്ഞിനെ മടിയിൽ വെച്ച് ഓമനിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആ കൊച്ചിനെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ആ കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ചാണ് കുത്തുവാക്കുകൾ ഓരോന്നോരോന്നായി പറയുന്നത്. ഇതിനിടയ്ക്ക് അനാമികയുടെ മുറിയിൽ കയറിയെന്ന് പറഞ്ഞ് അവൾ ആ കൊച്ചിനെ തല്ലുകയും നുള്ളുകയും ഒക്കെ ചെയ്തു. നയന ഇപ്പോൾ ആ കുട്ടിയോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിൻപിൽ പല ലക്ഷ്യങ്ങളുമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലുണ്ടായ കുഞ്ഞിനെ എങ്ങനെയാണ് ഒരു ഭാര്യയ്ക്ക് അംഗീകരിക്കുവാനും ഈ രീതിയിൽ സ്നേഹിക്കുവാനും ഒക്കെ പറ്റുന്നത്? ഇത് സ്നേഹമൊന്നുമല്ലച്ചാ, കാപട്യമാണ്. നല്ല ഒന്നാം തരം അഭിനയം. അവൾക്ക് അഭിനയിക്കാൻ അറിയാം നന്നായിട്ട്. അവൾക്കറിയാം ആദർശിനോട് യുദ്ധമുണ്ടാക്കി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ നഷ്ടം അവൾക്ക് തന്നെയാണെന്ന്. കാരണം ഇവർക്കെല്ലാം അനന്തപുരിയിലെ സ്വത്താണ് പ്രധാനപ്പെട്ട വിഷയം. അതിൽ കണ്ണു നട്ട് നടക്കുന്നവർക്ക് എത്ര പിള്ളേർ ഇതുപോലെ പുറത്തു നിന്ന് വന്നു കയറിയാലും അതൊന്നും ഒരു പ്രശ്നമാവില്ല. കാരണം അവരുടെ വീതം അവർക്ക് കിട്ടണമല്ലോ. ഇനിയിപ്പോൾ ഈ പുറമേ കാണിക്കുന്ന സ്നേഹമൊക്കെ അകത്തുമുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മളൊക്കെ ഈ വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കണം. ആ സമയത്തറിയാം അവളുടെ തനി സ്വരൂപം എന്താണെന്നുള്ളത്. ഇത്രയും കേട്ടപ്പോഴേക്കും മുത്തശ്ശനങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നിർത്തടി, നയനമോളെക്കുറിച്ച് അനാവശ്യമായൊരു വാക്കുപോലും നീ മിണ്ടിപ്പോകരുത്. നിന്റെ ചെകിടി ഞാൻ അടിച്ചു പൊട്ടിക്കും. അത് ശരി, അപ്പോൾ ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് അച്ഛന് ബുദ്ധിമുട്ട്. അച്ഛാ, അച്ഛൻ കരുതുന്നത് പോലെയല്ല ഈ ആൾക്കാരൊന്നും. എടി, നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർന്നു വരുന്നത് നിന്റെ മകനാണ്. നിന്റെ വളർത്തുദോഷം. അതുകൊണ്ടാണ് അവൻ അങ്ങനെയായി തീർന്നത്. അത് മറച്ചു വെച്ചുകൊണ്ട് നീ ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. അച്ഛാ, അച്ഛൻ എന്തു വർത്തമാനമാണ് ഈ പറയുന്നത്? എൻ്റെ മോൻ എന്ത് ചെയ്തെന്നാണ്? ശരിയാണ്, അവന് ചില്ലറ കൂട്ടുകെട്ടുകളും അല്ലറ ചില്ലറ കുരുത്തക്കേടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള മരുമകളാണല്ലോ ഏട്ടത്തി. ഏട്ടത്തി സൽസ്വഭാവിയായി വളർത്തിക്കൊണ്ടുവന്ന ഏട്ടത്തിയുടെ മകൻ ആദർശ്. അവനിപ്പോൾ ഏതോ ഒരു പെണ്ണിനെ പിഴപ്പിച്ചിട്ട് ഒരു കൊച്ചുമായിട്ട് കയറി വന്നിരിക്കുകയാണ്. അതിനച്ഛന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ല. എടി, നിന്നോട് നിർത്താനാണ് ഞാൻ പറഞ്ഞത്. നീ നിന്റെ മകൻ്റെ പരിശുദ്ധിയൊന്നും കൂടുതൽ എൻ്റെ മുൻപിൽ തെളിയിക്കണ്ട. അവന് കൊടുക്കാനുള്ളതൊക്കെ ഒരുക്കി ഞാൻ ഇപ്പോൾ തന്നെ കാത്തിരിക്കുകയാണ്. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അച്ഛ, തെറ്റ് ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ആ സ്ഥാനത്ത് അബി എന്ത് തെറ്റ് ചെയ്തെന്നാണ് അച്ഛൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്? ജലജെ, നീയും നിന്റെ മകനും ഈ തറവാട്ടിൽ ഇനി തുടരണോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. നിന്റെ മകൻ കാട്ടിക്കൂട്ടിയിരിക്കുന്നതൊന്നും അത്ര വേഗം എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അച്ഛാ, ഇങ്ങനെയൊക്കെ അച്ഛൻ സംസാരിക്കാൻ ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛൻ അതൊന്ന് തുറന്നു പറ, ഞാൻ അറിയട്ടെ കാര്യങ്ങളൊക്കെ. നീ അല്പം കൂടെ ഒന്ന് ക്ഷമിക്കു ജലജെ. നിന്റെ മകൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അവൻ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അച്ഛാ, അച്ഛൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അബി എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് തുറന്നു പറ, ഞാൻ അവനോട് സംസാരിക്കാം. ജലജെ, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ അവനോട് തുറന്നു പറഞ്ഞോളാം. അന്നേരം നീ കേട്ടാൽ മതി. ഇത് പറഞ്ഞിട്ട് മൂർത്തി സാർ മുറിക്കകത്തേക്ക് കയറി പോവുകയാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും വലിയൊരു പരവേശത്തോടുകൂടി ജലജ മനസ്സിൽ പറയുന്നുണ്ട്, ഈശ്വര, ഈ ചെറുക്കൻ ഇനി എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ ആവൂ. കുടുംബത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന പണി ഒരുത്തൻ കാണിച്ചു വെച്ചിട്ട് ഈ കിളവൻ ഒരനക്കവുമില്ല. അയാൾ ഇപ്പോഴും എൻ്റെയും എൻ്റെ ചെറുക്കൻ്റെയും പിറകിന് നടക്കുകയാണ്. അവനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്താ സംഭവം എന്ന് ചിലപ്പോൾ അവൻ പറയുമായിരിക്കും. ഇത് പറഞ്ഞിട്ട് ജലജ അബിയെ പെട്ടെന്ന് ഫോണിൽ വിളിക്കുകയാണ്. എന്നാൽ പലയാവർത്തി വിളിച്ചിട്ടും ജലജയുടെ കോള് അബി അറ്റൻഡ് ചെയ്യുന്നില്ല. ഹോ, ഇവൻ ഫോണും എടുക്കുന്നില്ലല്ലോ ദൈവമേ. ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഇത് പറഞ്ഞുകൊണ്ട് ജലജ അങ്ങനെ മുറിയിൽ തലയിൽ കയ്യും വെച്ചിരിക്കുകയാണ്.
തുടർന്ന് കാണുന്നത് നയനയും ആദർശും കൂടി കിരണിന്റെയും കല്യാണിയുടെയും അടുത്തേക്ക് എത്തുന്ന കാഴ്ചയാണ്. ആദർശിന്റെ മുഖത്ത് വല്ലാത്ത പരിഭവമുണ്ട്. അത് കണ്ടുകൊണ്ട് കിരൺ ചോദിക്കുകയാണ്, എടാ നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? നിന്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് നീ പിടിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ളതുപോലെയാണല്ലോ. എടാ കിരണേ, അതല്ല. എൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ഭയവും ഒക്കെ ഉണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവനുണ്ടല്ലോ അബി, അവൻ അപകടകാരിയാണ്. ഈ ഒരു കേസ് എൻ്റെ തലയിൽ കെട്ടിവെച്ചതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 15 ലക്ഷം രൂപയോളം കൈക്കലാക്കി. ഒടുവിൽ അത് പൊളിച്ചടുക്കിയത് നയനയാണ്. ഞാൻ ഈ വിഷയം നയനയോട് പറയാൻ വൈകിയതാണ് അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ കാരണം. ഒടുവിൽ സത്യങ്ങളെല്ലാം നയനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നയന തന്നെ അനന്തപുരിയിൽ എല്ലാവരുടെയും മുൻപിൽ അത് തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഈ ബ്ലാക്ക്മെയിലിംഗ് അവസാനിച്ചത്. പക്ഷേ എൻ്റെയും നയനയുടെയും ഓരോ നീക്കങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൃത്രിമം എവിടെയെങ്കിലും അവൻ കാണിച്ചിട്ടുണ്ടാവും എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുകയാണ്, എടാ നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഇത് പറഞ്ഞിട്ട് ഒരു കവറെടുത്ത് ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആദർശ് വളരെ പരവേശത്തോടു കൂടി ആ കവർ പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് പുറത്തേക്കെടുത്ത് വായിക്കുവാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അക്ഷരാർത്ഥത്തിൽ ആദർശ് നടുങ്ങിപ്പോവുകയാണ്. അനഘയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശാണ്. ഇത് കണ്ടതും ആദർശിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുവാൻ തുടങ്ങി. ഒരു നിമിഷം ആദർശിൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ താഴേക്ക് പോവുകയാണ്. ഒരു ശില കണക്കെ ആദർശ് എന്തു പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നയന പെട്ടെന്ന്, ആദർശേട്ടാ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ വീണ് കിടക്കുന്ന ആ ടെസ്റ്റ് റിസൾട്ട് എടുത്ത് നോക്കുകയാണ്. അതോടുകൂടി നയനയും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. അതെ, ചന്തുമോളുടെ അച്ഛൻ ആദർശ് തന്നെയാണ്. നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? നയന, എനിക്കൊന്നും അറിയില്ല, ഇതിലെന്തോ പ്രശ്നമുണ്ട്. നയന ആദർശിന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുമ്പോൾ കിരൺ ചോദിക്കുകയാണ്, എന്താടാ, എന്താണ് പ്രശ്നം? തുടർന്ന് അധികം തന്നെ എന്ന് പറഞ്ഞ് ആ DNA ടെസ്റ്റിന്റെ റിസൾട്ട് വാങ്ങി കിരൺ നോക്കിയിട്ട് പറയുകയാണ്, ആഹാ, ഇതിൽ കുട്ടിയുടെ അച്ഛൻ നീ തന്നെയാണല്ലോ. എന്തൊക്കെയാണ് ആദർശ ഇതിൻ്റെയൊക്കെ അർത്ഥം? നീ പറഞ്ഞിരുന്നത് നിനക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ലെന്നല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ? അപ്പോൾ നയന, കിരണേട്ടാ എനിക്കിത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, ഇതിലെന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്തു പ്രശ്നം? DNA ടെസ്റ്റിനു വേണ്ടി ചന്തുമോളുടെയും അബിയുടെയും ഇവൻ്റെയും മുടി നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നു. അത് ഞാൻ DNA ടെസ്റ്റിനു വേണ്ടി കൊടുത്തു. അവരത് പരിശോധിച്ചു, ഒടുവിൽ അതിൻ്റെ റിപ്പോർട്ടും തന്നു. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരിക്കലും കള്ളം പറയില്ല. മാത്രവുമല്ല, ഇത് ഞാൻ ഏൽപ്പിച്ചത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ കയ്യിലാണ്. അവനെ എനിക്ക് 100% വിശ്വാസമാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് ആദർശ് എന്തു മറുപടി പറയണമെന്നറിയാതെ തകർന്നു നിൽക്കുകയാ. തുടർന്ന് നയന ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ആദർശേട്ടാ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നോ ഇതുവരെ? നയനെ, ഒരിക്കലുമില്ല. ഇതിനകത്ത് എന്തോ കള്ളത്തരം നടന്നിട്ടുണ്ട്. എനിക്കൊരിക്കലും ഈ റിസൾട്ട് അംഗീകരിക്കുവാൻ കഴിയില്ല. എടാ കിരണേ, നീയും എന്നെ ചതിക്കുകയായിരുന്നോ? എടാ ഞാൻ നിന്നെ ചതിക്കാനോ? അതിൻ്റെ ആവശ്യം എനിക്കെന്താണ്? അപ്പോൾ നയന വീണ്ടും, ആദർശേട്ടാ ഇനിയെങ്കിലും ആദർശേട്ടൻ സത്യം തുറന്നു പറ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇത്. നയനെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം മുതൽ ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. നീയും എന്നെ സംശയിക്കുകയാണോ? ആദർശേട്ടാ, ഞാൻ ഇനി ആദർശേട്ടനെ സംശയിക്കാൻ എന്തിരിക്കുന്നു? ഈ റിസൾട്ട് കൃത്യമായി കാര്യങ്ങൾ പറയുകയല്ലേ. ആദർശിൻ്റെ ഈ പരിഭവം കണ്ടുകൊണ്ട് ഇടയിൽ കയറി കല്യാണി പറയുകയാണ്, ആദർശേട്ടൻ വിഷമിക്കണ്ട. കിരണേട്ടാ മറ്റേ കവറെടുത്ത് ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്ക്. കല്യാണിയുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് ആദർശും നയനയും ഒന്നും മനസ്സിലാകാത്തതുപോലെ ഇരുവരുടെയും മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കിരൺ തൻ്റെ പോക്കറ്റിൽ നിന്നും മറ്റൊരു കവറെടുത്ത് ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതും DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് തന്നെയാണ്, അതുകൂടി നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ആദർശ് വളരെ പരിഭ്രാന്തിയോടുകൂടി ആ കവറും പൊട്ടിച്ച് ടെസ്റ്റ് റിസൾട്ടിലേക്ക് നോക്കുമ്പോൾ അതിൽ ചന്തുമോളുടെ അച്ഛൻ അബിയാണ്. ആദർശിന് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുകയാണ്. ആദർശ് ചോദിക്കുകയാണ്, എടാ കിരണ, ഇതെന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? ഒരു റിസൾട്ടിൽ ഞാനാണ് കുട്ടിയുടെ അച്ഛൻ, ദേ ഇപ്പോൾ ഇതിനകത്ത് അബിയാണ്. ഇതെന്താണ്? നിനക്കൊരു തമാശയായിട്ടാണോ തോന്നുന്നത്? ഇതെൻ്റെ ജീവിതം വെച്ചുകൊണ്ടുള്ള കളിയാണ്. ഇതൊക്കെ എങ്ങനെയാണ് നിനക്ക് പറ്റുന്നത്? അപ്പോൾ കിരൺ പറയുകയാണ്, എടാ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്, ഇതിൽ ഒരു തമാശയുമില്ല. ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്നത് ഒറിജിനൽ DNA ടെസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ മറ്റേതോ? അതിലെന്താ ഇത്ര സംശയം? അത് ഫേക്കാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ ഒന്ന് തെളിച്ചു പറ. ഉടനെ കല്യാണി പറയുകയാണ്, ആദർശേട്ടാ കാര്യങ്ങൾ ഞാൻ പറയാം. ആദർശേട്ടൻ്റെ അനിയനുണ്ടല്ലോ അബി, അവൻ ആള് ചില്ലറക്കാരനൊന്നും അല്ല, വളരെ ക്രിമിനൽ മൈൻഡാണ് അവൻ്റേത്.
ഈ സാമ്പിളുകൾ പരിശോധിക്കുവാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തത് കിരണേട്ടൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ കയ്യിലാണ്. വളരെ വിശ്വസ്തനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഞങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നു കുട്ടിയുടെ അച്ഛൻ അബിയാണ് എന്ന്. തുടർന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ടെസ്റ്റ് റിസൾട്ട് ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതുമായി ഞങ്ങൾ മടങ്ങിപ്പോന്നു. എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷം ആ ടെസ്റ്റ് റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ആദർശേട്ടൻ്റെ പേരാണ്. ആദർശേട്ടൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെയുള്ള പരിഭ്രമവും ടെൻഷനുമായിരുന്നു ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഉണ്ടായത്. ഉടൻ തന്നെ കിരണേട്ടൻ ഫോണെടുത്ത് കൂട്ടുകാരനെ വിളിച്ചു. ഈ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹവും ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ നീക്കങ്ങളൊക്കെ അഭിരഹസ്യമായി നിരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി പിന്നീട് അവിടെയുള്ള CCTV ഫൂട്ടേജുകൾ ചെക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വ്യക്തമായി. അവിടെയുള്ള മറ്റൊരു സ്റ്റാഫിന് പണം കൊടുത്ത് അബി അയാളെ കൈക്കലാക്കിയിരുന്നു. അയാളെ കൊണ്ട് ആദർശേട്ടനെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റ് റിപ്പോർട്ട് പ്രിന്റ് ചെയ്തെടുത്തിട്ട് ഈ റിസൾട്ട് മാറ്റി അത് തിരികെ ഫയലിൽ കൊണ്ടുവച്ചു. അതാണ് ആദർശേട്ടൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ ആദ്യം തന്ന കവറിലുണ്ടായിരുന്നത്. കല്യാണി ഇതെല്ലാം പറയുന്നത് കേട്ട് ആദർശും നയനയും അങ്ങനെ ഞെട്ടലോടെ എന്തു പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട, ചൂടോടെ ഇതുമായിട്ട് അനന്തപുരിയിലേക്ക് ചെന്നിട്ട് ഇതാദ്യം നീ നിന്റെ മുത്തശ്ശനെ കാണിക്കേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയടാ, നമുക്ക് വീണ്ടും കാണാം. ഇത് പറഞ്ഞ് ഇരുവരും കൂടി കാറിലേക്ക് കയറി അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പോകുന്ന വഴിയിൽ നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ എന്നോട് ക്ഷമിക്കണം. ആദർശേട്ടന് 100% എനിക്ക് വിശ്വാസം തന്നെയാണ്. പക്ഷേ ഒരു നിമിഷം ആദ്യത്തെ റിസൾട്ട് കണ്ടപ്പോൾ ഞാനൊന്ന് പകച്ചുപോയി. അതുകൊണ്ട് അറിയാതെ എൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയോ വീണിട്ടുണ്ട്. സാരമില്ല നയനെ, സാഹചര്യം അങ്ങനെയാണല്ലോ. ടെസ്റ്റ് റിസൾട്ട് എനിക്കെതിരെയാകുമ്പോൾ സ്വാഭാവികമായും എനിക്കെതിരായിട്ട് സംസാരിക്കുവാൻ ആർക്കും തോന്നും. അത് തന്നെയാണ് നിനക്കും സംഭവിച്ചത്. നീ അങ്ങനെ പറഞ്ഞതിലൊന്നും എനിക്ക് യാതൊരു പരിഭ്രമവുമില്ല. ഇപ്പോഴും നീ എന്നോട് കൂടെ ഉണ്ടല്ലോ. തുടർന്ന് ഇരുവരും അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശൻ വാതിക്കൽ നിൽക്കുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേ, നിങ്ങളിന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? മുത്തശ്ശ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. എന്താ മോനെ, എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളുണ്ടോ? ഏയ്, പ്രശ്നങ്ങളൊന്നുമില്ല മുത്തശ്ശ. പിന്നെ മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ മുത്തശ്ശനോട് ചോദിക്കുകയോ മുത്തശ്ശൻ്റെ അഭിപ്രായങ്ങൾ അറിയുകയോ ചെയ്യാതെ ഒരു DNA ടെസ്റ്റിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിരുന്നു. കാരണം മുത്തശ്ശനും നയനയും എനിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും കൂടാതെ അബിയുടെ ബ്ലാക്ക് മെയിലിങ്ങുമൊക്കെ ഓരോ ദിവസം കഴിയും തോറും എന്നെ മാനസികമായി വലിയ പിരിമുറുക്കത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രവുമല്ല, ഒടുവിൽ വന്നപ്പോൾ അമ്മ കൂടി എനിക്കെതിരായി മാറി. ഇനി എനിക്കത് പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ DNA ടെസ്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ റിസൾട്ട് കിട്ടി. ഇതാണത്, മുത്തശ്ശനത് വായിച്ചു നോക്ക്. ഇത് പറഞ്ഞിട്ട് ആദർശ് ആ പേപ്പർ മൂർത്തി സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. DNA ടെസ്റ്റ് റിസൾട്ടിലേക്ക് നോക്കിയതിനു ശേഷം മുത്തശ്ശൻ വളരെ ശാന്തമായി പറയുകയാണ്, അപ്പോൾ നിഷേധിക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവും കൂടി നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. മുത്തശ്ശ, അവൻ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ പോലും കൃത്രിമം കാണിക്കുവാൻ ശ്രമിച്ചു. ഞാൻ അറിയാതെ അവൻ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കിയ അവൻ DNA ടെസ്റ്റിന് വേണ്ടി കൊടുത്തിരുന്ന ലാബിൽ ജോലി ചെയ്യുന്ന ഒരാളെ പണം കൊടുത്ത് സ്വാധീനിച്ചിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു ടെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ടിൽ ചന്തുമോളുടെ അച്ഛൻ ഞാനായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചിരുന്നത് കിരണിനെ ആയിരുന്നതുകൊണ്ട് ഉടൻ തന്നെ കിരൺ നേരിട്ട് പോയി താൻ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടി ഏൽപ്പിച്ച തൻ്റെ സുഹൃത്തിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം അപ്പോൾ അത് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, അത് തെറ്റായിട്ടുള്ള റിസൾട്ടാണ്, അതല്ല യഥാർത്ഥത്തിലുള്ള DNA ടെസ്റ്റ് റിസൾട്ട് എന്ന്. തുടർന്ന് അവിടെയുള്ള CCTV ഫൂട്ടേജുകൾ പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായത്. അത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുകയാണ്, ആദർശേ, അവൻ്റെ തലയുടെ മുടിനാര് മുതൽ കാലിൻ്റെ നഖം വരെ വിഷം നിറഞ്ഞവനാണ്. ഏതു നിമിഷവും അവൻ്റെ ഉള്ളിൽ നിന്നും ആ വിഷം പുറത്തേക്ക് വമിച്ചുകൊണ്ടേയിരിക്കും. ആരോടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ഓർമ്മ പോലും അവനില്ല. എന്തായാലും ഇതോടുകൂടി അവൻ്റെ കളികളെല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു. തുടർന്ന് അവരെൻ്റെ ഫോണിലേക്ക് കുറച്ച് തെളിവുകൾ കൂടി അയച്ചു തന്നു. അതും ഇക്കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ സഹായകരമായ ചില തെളിവുകളാണ്. ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് അനഘയുടെ വീട്ടിലേക്ക് അബി പലയാവർത്തി പോയിട്ടുള്ള ആ CCTV ഫൂട്ടേജുകളുടെ വീഡിയോ ക്ലിപ്പുകൾ മൂർത്തി സാർ അബിയെ കാണിക്കുകയാണ്. ഇതെല്ലാം കണ്ടതിനു ശേഷം ആദർശ് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണ് മുത്തശ്ശൻ്റെ പദ്ധതി?
എൻ്റെ പദ്ധതി ഈ അനന്തപുരി തറവാട്ടിൽ ഇനി അവൻ വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതെ, ഇന്നത്തോടുകൂടി അബി ഈ തറവാടുമായിട്ടുള്ള ബന്ധം മുറിച്ച് പുറത്തേക്ക് പോവുകയാണ്. അല്ല, അവനെ ഞാൻ എല്ലാ ബന്ധങ്ങളും മുറിച്ച് ഇവിടെ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വഴിയിലിറക്കി വിടുക എന്നുള്ളതല്ല. അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള പരമാവധി ശിക്ഷ അത് നിയമപരമായി ഞാൻ അവന് വാങ്ങിച്ചു കൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് നയനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മൂർത്തി സാർ പറയുകയാണ്, അനന്തപുരിയിൽ നിന്നും അബിയെ പുറത്താക്കിയാൽ നവ്യമോളും അവൻ്റെ കുഞ്ഞും അവരുടെ ഭാവി എന്താകും എന്നായിരിക്കും മോള് ചിന്തിക്കുന്നത് അല്ലേ? അവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അവർ അനന്തപുരിയിൽ തന്നെ ജീവിക്കും. ഈ വാർത്തകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഭർത്താവായി അബിയെ സ്വീകരിക്കുകയും അവനൊപ്പം താമസിക്കുകയും ചെയ്യുവാൻ നവ്യമോൾ തയ്യാറാകുമെന്ന് നയനമോൾ വിശ്വസിക്കുന്നുണ്ടോ? നവ്യമോൾ അവൻ്റെ മുഖത്തടിക്കും. അതുകൊണ്ട് അവിടം വരെ ഒന്നും കാര്യങ്ങൾ എത്തേണ്ട, ഇന്ന് തന്നെ അവൻ അഴിയെണ്ണി തുടങ്ങട്ടെ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ, അവനെ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ ചന്തുമോളുടെ കാര്യം പിന്നെ എന്തായിത്തീരും? അതെന്താ ആദർശേ നീ അങ്ങനെ ചോദിച്ചത്? ചന്തുമോളെ ഈ വിവരങ്ങളൊക്കെ അറിയുന്നതിന് മുൻപ് തന്നെ ഞാൻ ദത്തെടുത്ത് അനന്തപുരിയിലേക്ക് കൊണ്ടുവന്നതല്ലേ. നമ്മുടെ എല്ലാവരുടെയും മകളായി അവൾ ഇവിടെ തന്നെ വളരും. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ചന്തുമോളെ നിങ്ങളുടെ മകളായി അംഗീകരിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ആദർശ്, ഒരു ബുദ്ധിമുട്ടുമില്ല മുത്തശ്ശ, അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ ഞങ്ങൾ കരുതിയിരിക്കുന്നത്. ആ, അങ്ങനെ തന്നെ വേണം. പിന്നെ അനഘ, ആ കുട്ടിയുടെ ചികിത്സ നടക്കുകയാണല്ലോ. വരട്ടെ, നമുക്ക് പിന്നീട് ചിന്തിക്കാം അവളുടെ കാര്യത്തെക്കുറിച്ച്. എന്തായാലും അവൻ്റെ വരവും കാത്ത് ഈ പടിവാതുക്കൽ തന്നെ ഞാനുണ്ടാവും. നിങ്ങൾ അകത്തേക്ക് പോയിക്കൊള്ളൂ. ഏതു പാതിരാത്രിയിൽ അവൻ വന്നാലും അവനെ കാത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അനന്തപുരി തറവാടിൻ്റെ പടിവാതിൽ അവന് വേണ്ടി തുറക്കില്ല. അവൻ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുവാനും പാടില്ല. ഇത് പറഞ്ഞിട്ട് അബിയുടെ വരവും കാത്ത് അനന്തപുരി തറവാടിൻ്റെ വാതിൽക്കൽ തന്നെ അനന്തമൂർത്തി കാത്തിരിക്കുകയാണ്. ദീർഘനാളുകളായി പ്രേക്ഷകർ കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ സുപ്രധാനമായ നിമിഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ വരുവാൻ പോകുന്നത്. അത് കാണുവാൻ തീർച്ചയായിട്ടും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.